നമ്മളെല്ലാവരും തന്നെ ഡിജിറ്റൽ കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ആളുകളിലേക്ക് എത്തിച്ചേരാൻ ഇന്ന് മറ്റ് മാർഗങ്ങളൊന്നും തന്നെ ഇല്ല. ഡിജിറ്റൽ ആവുക എന്നുള്ളത് തന്നെയാണ് അതിനൊരു പോംവഴി എന്നുള്ളത്. അതുകൊണ്ട് ഞാനൊരു കൺസൾട്ടൻ്റ് ആയിരിക്കുന്ന സമയത്ത്, ഒരു ഫിനാൻഷ്യൽ കൺസൾട്ടൻ്റായി വർക്ക് ചെയ്യുമ്പോഴൊക്കെ നേരിട്ട ഒരു പ്രധാന വെല്ലുവിളി എന്നുള്ളത് ആളുകളെ, പരമാവധി ആളുകളെ നമ്മൾ കാണാൻ ശ്രമിക്കുന്ന സമയത്തൊന്നും ഇവർ അവൈലബിൾ ആവുന്നില്ല എന്നുള്ളതാണ്. അതിനൊരു പരിഹാരം എന്നുള്ളത് അവർ ഫ്രീ ആവുന്ന സമയത്ത് അവരെ കൊണ്ട് നമ്മൾക്ക് എന്താണ് പറയാനുള്ളത് അത് അവരെ കാണിക്കുക എന്നുള്ളത് തന്നെയാണ്. അതിന് ഏറ്റവും ബെസ്റ്റായി ഉപയോഗിക്കാൻ കഴിയുന്നത് ഡിജിറ്റൽ ടൂളുകളോ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളോ ഒക്കെ തന്നെയാണ്. അപ്പോൾ എല്ലാവർക്കും അത് ചെയ്യാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. അപ്പോൾ ഓക്കെ, നമുക്ക് ക്യാൻവയുടെ ട്യൂട്ടോറിയൽസിലേക്ക് പോവാം. ക്യാൻവയുടെ ട്യൂട്ടോറിയൽസിൽ നമുക്ക് ആദ്യം വേണ്ടത് ക്യാൻവയിൽ എത്തുക എന്നുള്ളതാണ്. അതിന് ഗൂഗിളിൽ നമ്മൾ ക്യാൻവ സെർച്ച് ചെയ്യാം. ക്യാൻവയുടെ ക്യാൻവ എന്ന് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയാണ് വരിക. ക്യാൻവയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ക്യാൻവ ഒരു ഓസ്ട്രേലിയൻ ബേസ്ഡ് മൾട്ടിനാഷണൽ സോഫ്റ്റ്വെയർ കമ്പനിയാണ്. ഗ്രാഫിക് ഡിസൈനിങ് ആണത് നമുക്ക് ഓഫർ ചെയ്യുന്നത്. നമുക്കിവിടെ കാണാൻ കഴിയും പ്രൊമോഷണൽ വീഡിയോസ്, അങ്ങനത്തെ സോഷ്യൽ മീഡിയയുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ സാധനങ്ങളും ചെയ്യുന്നതിനാണ് സഹായിക്കുന്നത്. മെലാനി പെർക്കിനും കാമറോൺ ആഡംസും ക്ലിഫ് ഒബ്രിച്ചൊക്കെയാണ് ഇതിൻ്റെ ഫൗണ്ടേഴ്സ്. 2012 മുതലാണ് ഇത് ഓസ്ട്രേലിയ ബേസ് ചെയ്ത് വർക്ക് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നത്. സിഡ്നിയാണ് ഇതിൻ്റെ കേന്ദ്രം. നിലവിൽ 5500-ലധികം ആളുകൾ ഇതിനകത്ത് എംപ്ലോയീസ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ക്യാൻവയിലേക്ക് നമ്മൾ പോകുമ്പോൾ ഏതൊരു സോഫ്റ്റ്വെയറും അല്ലെങ്കിൽ ഏതൊരു എന്താ പറയുക വെബ്സൈറ്റിലും ലോഗിൻ ചെയ്യുന്നത് പോലെ തന്നെ നമ്മുടെ ഇമെയിൽ ID ഒക്കെ കൊടുത്ത് പാസ്വേഡൊക്കെ സെറ്റ് ചെയ്തിട്ട് വേണം ലോഗിൻ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ ക്യാൻവ ലോഡായിക്കൊണ്ടിരിക്കുകയാണ്. ഹോമിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതെൻ്റെ അക്കൗണ്ടാണ്, ഫ്രീ ആയിട്ടുള്ള അക്കൗണ്ടാണ് ഇപ്പോൾ ഞാനിപ്പോൾ കാണിക്കുന്നത്. ഇതിനകത്ത് ക്യാൻവയുടെ ഹോമിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് നമുക്ക് വരിക. എന്താണ് നമുക്ക് കാണിക്കാനുള്ളത്, അല്ലെങ്കിൽ എന്താണ് ഇന്ന് റെക്കോർഡ് ചെയ്യാനുള്ളത്, എന്താണ് ചെയ്യാനുള്ളത് എന്നാണ് അവർ ചോദിക്കുന്നത്. നമുക്ക് ഇവിടെ പലതരത്തിലുള്ള ഡിസൈനുകൾ, ഇ ബുക്ക് കവർ, ഡോക്യുമെൻ്റ് ആയിട്ടും മൈൻഡ് മാപ്പ് ആയിട്ടും അതുപോലെ തന്നെ മറ്റുള്ള ഡോക്യുമെൻറ്റ്സ് ആയിട്ടും വൈറ്റ് ബോർഡ് പ്രസൻറ്റേഷനും മറ്റുള്ള നമ്മളെ എന്താ പറയുക PPT പ്രസൻറ്റേഷനൊക്കെ ഉപയോഗിക്കാവുന്ന തരത്തിലുള്ള പ്രസൻറ്റേഷൻ ക്രിയേറ്റ് ചെയ്യുക, സോഷ്യൽ മീഡിയ ആവശ്യമുള്ളത് ഉപയോഗിക്കുക, വീഡിയോസ് ഉണ്ടാക്കാം, പ്രിൻ്റബിൾ ആയിട്ടുള്ള സാധനങ്ങൾ ഉണ്ടാക്കാം, വെബ്സൈറ്റ് ഉണ്ടാക്കാം. അങ്ങനെ പലതരത്തിലുള്ള മേഖലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവിധ ആവശ്യങ്ങൾ നിർവഹിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഡിസൈനുകൾ നമുക്കിവിടെ സ്വന്തമായിട്ട് തന്നെ ക്രിയേറ്റ് ചെയ്തെടുക്കാം എന്നുള്ളതാണ് ക്യാൻവ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഫീച്ചർ. അതായത് പ്രീ ഡിസൈൻഡ് ആയിട്ടുള്ള ടെംപ്ലേറ്റുകൾ ഇഷ്ടം പോലെ ഉണ്ടായിരിക്കും. അതിനകത്ത് നമുക്ക് വേണ്ട മാറ്റങ്ങൾ വരുത്താം, അല്ലെങ്കിൽ സ്വന്തമായിട്ട് പുതിയതൊരെണ്ണം ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യാം. അങ്ങനെ അതാണ് ഇതിൻ്റെ ഹോം പേജിലേക്ക് വന്നാൽ നമുക്ക് കാണാൻ കഴിയുക. അതുപോലെ തന്നെ ആണ് അടുത്ത ഒരു ഫോൾഡർ വരുന്നതാണ് പ്രോജക്ട്സ്. നമുക്ക് അവിടെ നമ്മൾ ഓൾറെഡി ആയിട്ടുള്ളത് റീസെൻ്റ് ഡിസൈനുകളൊക്കെ അവിടെ കാണാൻ കഴിയും. റീസെൻ്റ് ആയിട്ട് അവിടെ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രൊജക്റ്റുകളും അവിടെ കാണാൻ കഴിയും. അതുപോലെ തന്നെ ബ്രാൻഡ് എന്ന് വെച്ചാൽ നമുക്ക് നമ്മുടേതായ ഒരു ബ്രാൻഡ് ഐഡൻറ്റിറ്റി ക്രിയേറ്റ് ചെയ്യാൻ ക്യാൻവയുടേതായിട്ടുള്ള ഫീച്ചേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതും അതിനെങ്ങനെ സഹായിക്കാൻ കഴിയും എന്നുള്ളതൊക്കെയാണ് ബ്രാൻഡ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ പ്രീ ഡിസൈൻഡ് ആയിട്ടുള്ള നമ്മുടെ ലോഗോ, നമ്മുടെ കളർ തീമുകളൊക്കെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡിസൈനുകളിലെല്ലാം തന്നെ ആ തീമും ലോഗോയും ഒക്കെ ഉപയോഗിക്കാൻ കഴിയും. അതുപോലെ തന്നെയാണ് വേറൊരു ടാബ് ആണ് ആപ്സ്. ഈ ആപ്പുകൾ എന്ന് പറയുന്നത് വിവിധ സോഫ്റ്റ്വെയറുകൾ, വിവിധ വെബ്സൈറ്റുകൾ, വിവിധ ആപ്പുകൾ ഇതുമായിട്ടൊക്കെ നമുക്ക് ക്യാൻവ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ കഴിയും. നമ്മുടെ ഡിസൈൻ അങ്ങോട്ട് എടുക്കാനും അവിടെ നിന്ന് ഇങ്ങോട്ട് സപ്പോർട്ട് എടുക്കാനും ഒക്കെ കഴിയുന്നതാണ് ക്യാൻവയുടെ ആപ്പുകൾ എന്ന് പറയുന്ന ഈ വിഭാഗത്തിൽ വരുന്നത്. അതുപോലെ തന്നെയാണ് ഡ്രീം ലാബ്. നമുക്കിവിടെ വേണ്ട കാര്യങ്ങൾ നമ്മുടെ ഇമാജിനേഷൻ അനുസരിച്ചിട്ട് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ നമുക്ക് അവിടുന്ന് ജനറേറ്റ് ചെയ്ത് എടുക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു ഫീച്ചറാണ് ഈ ഡ്രീം ലാബ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നമുക്ക് വീണ്ടും ഹോമിലേക്ക് പോവാം. നമ്മൾ മുൻപത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് ഒരു സോഷ്യൽ മീഡിയ ആഡ്സിൻ്റെ ആവശ്യം എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു.
ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ മുൻപ് ഇതിന് ഫസ്റ്റത്തെ വീഡിയോ നിങ്ങൾ കാണാൻ ശ്രമിക്കുക. ഇതപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ കണ്ടോ, ഈ ഒരു ഇമേജിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയ അഡ്വർടൈസിങ്ങിനെ കുറിച്ച് തന്നെയാണ് പറയുന്നത്. പക്ഷേ ആ ഇമേജിൽ സൈറ്റിലേക്ക് നമ്മൾ പോയത് ഓപ്പൺ ഇമേജ് ചെയ്യുന്നുണ്ട്. കണ്ടോ, വളരെ കോൺഷ്യസ് ആയിട്ട് നമുക്ക് ക്യൂരിയോസിറ്റി ജനിപ്പിക്കുന്ന രീതിയിൽ പോസ്റ്റുകൾ ഉണ്ടാക്കാനും പോസ്റ്ററുകൾ ഉണ്ടാക്കാനും സോഷ്യൽ മീഡിയയിൽ ആളുകളെ നമ്മുടെ ഫോളോവേഴ്സ് ആക്കി മാറ്റാനും ഒക്കെ സഹായിക്കുന്ന തരത്തിലുള്ള പോസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ആവശ്യം. പ്രധാനമായും സോഷ്യൽ മീഡിയയിൽ നമ്മുടെ ഗ്രോത്ത് ഉറപ്പാക്കുക എന്നുള്ളതൊക്കെ തന്നെയാണ് ഇതിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ്. അതിന് സഹായിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ക്യാൻവ. ഇനി നമുക്ക് നമ്മുടേതായ ഒരു പ്രോഡക്റ്റ് നമ്മളവിടെ ഡിസൈൻ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ എനിക്കിപ്പോൾ വേണ്ടത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യാനൊരു പോസ്റ്റാണ് വേണ്ടത്. അപ്പോൾ ഞാനവിടെ ഏറ്റവും ആദ്യം നമുക്ക് സോഷ്യൽ മീഡിയ സപ്പോർട്ട് നമുക്ക് എടുക്കണമെങ്കിൽ അതിന് ഏറ്റവും നല്ലത് നമ്മുടെ വാട്സപ്പിലുള്ള നമ്മുടെ കോണ്ടാക്റ്റിലുള്ള ആളുകളുമായിട്ട് ആദ്യം ഒരു ബന്ധമുണ്ടാക്കുകയും അതിലൂടെ അവരെ നമ്മുടെ സോഷ്യൽ മീഡിയ പേജുകളിലേക്ക് എത്തിക്കുകയും ഒക്കെയാണ് ചെയ്യാൻ എളുപ്പം. അപ്പോൾ അതിനാദ്യം ഞാൻ ഇവിടെ ചെയ്യുന്നത് സോഷ്യൽ മീഡിയ വാട്സപ്പിൻ്റെ ഒരു വാട്സപ്പ് സ്റ്റാറ്റസ് വയ്ക്കാനുള്ള ഒരു സാധനം ക്രിയേറ്റ് ചെയ്യാൻ വിചാരിക്കുന്നു. നോക്കാം. ഇപ്പോൾ അവിടെ നമുക്ക് ടെംപ്ലേറ്റുകളും സ്റ്റൈലും ഒക്കെ ലോഡായിട്ടുണ്ട്. സ്റ്റൈൽ കോമ്പിനേഷൻ, കളർ കോമ്പിനേഷനൊക്കെയാണ് അത് വരുന്നത്. സ്റ്റൈൽ എന്നുള്ളത് ടെംപ്ലേറ്റിലേക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ ടെംപ്ലേറ്റ് അവിടെ എന്താണോ നമ്മൾ ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു സാധനം അവിടെ വരുന്നതായിരിക്കും. ഇപ്പം ഞാനിതാ ക്രിസ്മസിന് സെൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൊക്കെ ഒരു വേറിട്ടൊരു സ്വഭാവം എന്ന് വെച്ചാൽ നമുക്കിത് മുൻകൂട്ടി പ്ലാൻ ചെയ്യാൻ കഴിയും, പല കാര്യങ്ങളും പല പോസ്റ്റുകളും എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിലുള്ളൊരു പോസ്റ്റാണ് ഇവിടെ ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. ഇതൊക്കെ അതിൻ്റെ പ്രീ ഡിസൈൻ ആയിട്ടുള്ള ടെംപ്ലേറ്റുകളാണ്. ഇങ്ങനെ വിവിധ തരത്തിലുള്ള ആയിരക്കണക്കിന് ടെംപ്ലേറ്റുകൾ നമുക്കിവിടെ ലഭ്യമാണ്. അത് പെയ്ഡും ഉണ്ട്, അൺപെയ്ഡുമായിട്ടുള്ള സാധനങ്ങളുണ്ട്. അപ്പം തൽക്കാലം ഞാൻ ഇതെടുക്കുന്നു. ഈ ഒരു ടെംപ്ലേറ്റിൽ നമ്മൾ വർക്ക് ചെയ്യാൻ പോവുകയാണ്. മേരി ക്രിസ്മസ് എന്നുള്ളത് ക്രിസ്മസിന് പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇതിലേക്ക് നമ്മൾ സെലക്ട് ഇതാകുമ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഈ മേരി ക്രിസ്മസ് എന്നതിൻ്റെ മുകളിൽ ഞാൻ എൻ്റെ കേഴ്സർ മൂവ് ചെയ്യുമ്പോൾ ഇത് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് സെലക്ഷൻ വരുന്നു. ക്ലിക്ക് ചെയ്യുമ്പോൾ അത് സെലക്ട് ആവുന്നു, മൂവ് ചെയ്യുമ്പോൾ മൂവ് ആവുന്നുണ്ട്. ഇങ്ങനെയാണ് ഇതിൽ വേണ്ട ലെറ്റേഴ്സുകളിലൊക്കെ നമ്മൾ മാറ്റം വരുത്തുന്നത്. ഞാൻ ഇതിലിപ്പോൾ ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈ റിയലി ഗ്രേറ്റ് സൈറ്റ് എന്നുള്ള സാധനം മാറ്റിയിട്ട് ഞാനവിടെ എൻ്റെ രാകേഷ് ദ കൺസൾട്ടൻറ്റ് എന്നുള്ള മാത്രമാണ് ആഡ് ചെയ്യുന്നത്. ഇങ്ങനെ നമുക്ക് ഇതിൻ്റെ ടെക്സ്റ്റിൽ മാറ്റം വരുത്താൻ കഴിയും. ഇതിൻ്റെ ബാക്കിലുള്ള സാധനമാണ് ഇപ്പോൾ സെലക്ഷൻ ആയിരിക്കുന്നത്. ഇത് വീണ്ടും നമ്മുടെ ഈ ടെക്സ്റ്റിൻ്റെ മുകളിലേക്ക് കൊണ്ടുവരാം. അപ്പോൾ ടെക്സ്റ്റ് മാത്രം സെലക്ട് ആവും. ഈ 4 സൈഡിലും ഓരോ ബുള്ളറ്റ് പോയിന്റുകൾ വന്നിട്ടുണ്ട്. അതിൽ കോർണറിൽ വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ വലുതാക്കാൻ കഴിയും. ഞാനത് ഷിഫ്റ്റ് കൺട്രോളും പിടിച്ചിട്ട് ആൾട്ടും ഷിഫ്റ്റും പിടിച്ച് ഒന്ന് വലിക്കുകയാണ്. അപ്പോൾ 4 സൈഡിലേക്കും ഒരുപോലെ അതിന് ഒരേപോലെ വലുതാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ രാകേഷ് ദ കൺസൾട്ടൻറ്റ് എന്നുള്ള പേരിൽ ഒരു ക്രിസ്മസിൻ്റെ വിഷ് ഓൾറെഡി അവിടെ പ്രീ ഡിസൈൻഡ് ആയിട്ടൊരു സാധനം ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടേക്ക് രാകേഷ് ദ കൺസൾട്ടൻറ്റ് എന്ന് മാത്രം ഞാൻ ആഡ് ചെയ്തുകൊണ്ട് ഇരിക്കുകയാണ്. ഇനി അത് നമുക്ക് ഡൗൺലോഡ് ചെയ്യേണ്ടതുണ്ട്. ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഷെയർ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഷെയർ എന്നുള്ള ഓപ്ഷൻ കാണാൻ കഴിയും. ഇവിടെ നമുക്ക് ഡൗൺലോഡ് എന്നുള്ളതുണ്ട്, പബ്ലിക് വ്യൂ ആയിട്ട് ലിങ്ക് കൊടുക്കാമെന്നുള്ളതുണ്ട്, ക്യാൻവയിൽ തന്നെ പ്രിന്റ് ചെയ്യുക, വാട്സപ്പിൽ സെൻഡ് ചെയ്യുക, ഇൻസ്റ്റാഗ്രാമിൽ അയക്കാം ഒക്കെ ആണ് ഇവിടെ തരുന്നത്. ആദ്യം നമുക്കിത് ഡൗൺലോഡ് എന്നുള്ള ഫോർമാറ്റിലേക്ക് പോവാം. അവിടെ PNG ഫോർമാറ്റും ഉണ്ട്. ആ നോഡിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വിവിധ ഫോർമാറ്റുകൾ ഇത് ലഭ്യമാണ്, അതെല്ലാം കാണിക്കും. നമുക്ക് സജസ്റ്റ് ചെയ്യുന്നത് PNG ആണ്. പക്ഷെ നമ്മൾ തൽക്കാലം ഫസ്റ്റത്തെ JPEG ഫോർമാറ്റിൽ എടുക്കുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഫ്രീ വേർഷൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് 80% ക്വാളിറ്റിയാണ് നമുക്ക് അവർ പറയുന്നത്. സൈസും ഇവിടെ അഡ്ജസ്റ്റബിൾ അല്ല.
അതിനെ ഡൗൺലോഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇതിന് ഡൗൺലോഡ് ആവുന്നുണ്ട്. ഞാൻ എൻ്റെ ഡൗൺലോഡ് ഫോൾഡറിലേക്ക് പോവുകയാണ്. ഇതാ നമ്മൾ ചെയ്തു വെച്ചത് വന്നിട്ടുണ്ട്. നമുക്കതിൻ്റെ പ്രിവ്യൂ ഒന്ന് നോക്കാം. ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ റിവ്യൂ വരും. ഇതാണ് നമ്മൾ ചെയ്തിട്ടുള്ള ഡൗൺലോഡ് ചെയ്തിട്ടുള്ള പോസ്റ്റ്. മെറി ക്രിസ്മസ് എന്ന് പറഞ്ഞിട്ട് നമ്മളതിലിപ്പോൾ ടെക്സ്റ്റ് മാത്രമാണ് എഡിറ്റ് ചെയ്തിട്ടുള്ളത്. ബാക്കിയെല്ലാം അവിടെ പ്രീ ഡിസൈൻഡ് ആയിട്ടുള്ളത് ആയിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ രാകേഷ് ദ കൺസൾട്ടൻ്റ് എന്നുള്ളത് മാത്രമാണ് നമ്മൾ അതിൽ ആഡ് ചെയ്തിരിക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ ഒരു ഇമേജ് നമ്മുടെ വാട്സപ്പ് വഴിയോ മറ്റുള്ള സോഷ്യൽ മീഡിയ വഴിയോ പോസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇതാണ് ഇതിൻ്റെ ഫസ്റ്റത്തെ ഒരു ഡിസൈൻ എന്ന് നമുക്ക് പറയാനുള്ളത്. കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സിലേക്ക് നമുക്ക് അടുത്ത ഇതിൽ കാണാം. ഓക്കെ, താങ്ക് യു. ഇത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയി എങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫ്രീഡം ബിസിനസ് സ്കൂളിൻ്റെ കമ്മ്യൂണിറ്റി ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട്. ആ ലിങ്ക് വഴി നിങ്ങൾക്ക് ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽ അംഗമാകാവുന്നതാണ്. അതുവഴി ഇൻകം ജനറേറ്റ് ചെയ്യാനും വിവിധ സ്കില്ലുകൾ നേടിയെടുക്കാനും ഞങ്ങൾ സഹായിക്കുന്നതാണ്. താങ്ക് യു.